ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കേരളത്തിലെ ഉത്സവങ്ങളിൽ ഒരു മെയിൻ ഇവന്റ് ആയിട്ട് അവതരിപ്പിക്കുന്നതാണ് കൈകൊട്ടിക്കളി. അപ്പൊ നമ്മുടെ തെക്കൻ കേരളത്തിലെ ഒരു ചെറിയൊരു ടീമിനെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. നിങ്ങളുടെ ടീമിന്റെ പേരെന്താണ്? ഓംകാര. ഇത് എത്ര നാളായി തുടങ്ങിയിട്ട്? കുറച്ച് നാളായി. എത്ര പാട്ടുണ്ടാവും നിങ്ങളുടെ ഒരു പ്രോഗ്രാമില്? 17-18 പാട്ടോളം ഉണ്ടാവും. അതിൽ നാടൻ പാട്ടുകള്? നാടൻ പാട്ട് എല്ലാം ഉണ്ട്. സിനിമ പാട്ട് കുറവാണ്. ഭക്തിഗാനമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ടീമിൽ എത്ര പേരുണ്ട് ടോട്ടലായിട്ട്? 11 പേര്. ഈ ഒരു ഗ്രൂപ്പിൽ നോർമലി എല്ലാ ഗ്രൂപ്പിലും 11 പേരാണോ വരുന്നത്? അല്ലല്ല, ഇപ്പൊ നമുക്ക് ആള് എത്രയുണ്ടോ അതനുസരിച്ചെടുത്ത്. അധികം ആൾക്കാരെ ഉൾക്കൊള്ളിക്കുന്നതിന് പ്രശ്നമില്ല കൈകൊട്ടിക്കളിയില്? ഇല്ല. അങ്ങനെയില്ല. ഇയാളുടെ പേരെന്താ? അളകനന്ദ. എത്ര ക്ലാസ് പഠിക്കുന്നു? ഇനി 6ല. ഈ ഒരു ടീമിൽ എത്ര നാളായി? 3ാം ക്ലാസ് തൊട്ട് ഡാൻസ് കളിക്കും? നിങ്ങളൊക്കെ ഡാൻസ് ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളവരാണോ? നേരത്തെ മുന്നേ ഡാൻസ് കളിക്കുന്ന? കളിച്ചിട്ടൊക്കെ ഉണ്ട്. എന്താ തന്റെ പേര്? വിവേക്. എത്ര ക്ലാസ് പഠിക്കുന്നു? പഠിക്കാൻ പോകുന്നു. അപ്പൊ 6ൽ പരീക്ഷ എഴുതിയേക്കുവാണ്. അപ്പൊ ഈ ഒരു ടീമിൽ നീ എന്തായിട്ടാണ്? ഞാൻ മുരുകനായിട്ടാണ്. അപ്പൊ ഒരു ഡാൻസിലേ ഉണ്ടാവുള്ളൂ? 3 പാട്ടില് മുരുകനായിട്ട്. ആളുടെ പേരെന്താ? അൻസുജ. എത്ര ക്ലാസ് പഠിക്കുന്നു? ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞ ആളാണ്. കണ്ടാ പറയത്തില്ല. ഈ ഒരു ടീമിൽ എത്ര ആളായിട്ടുണ്ട്? ഇപ്പൊ 2-3 ദിവസമായതേ ഉള്ളൂ. 2-3 ദിവസമേ ഉള്ളൂ. പുതിയ ആളാണ്. അപ്പൊ ഇത് പഠിച്ചെടുക്കാനുള്ള ടൈം പീരീഡ് കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ? അത്യാവശ്യം ഓൾറെഡി പഠിച്ച ആളാണ്. ഇപ്പം ആദ്യമായിട്ടാണ് ഒരു ഇവന്റിൽ അറ്റൻഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രാവശ്യമാണ്. തന്റെ പേരെന്താ? ലിബിന ബാബു. ഈ ടീമിൽ എത്ര നാളായിട്ടുണ്ട്? 3-4 മാസമായോ? എത്ര അമ്പലത്തില് കൈകൊട്ടിക്കളി ചെയ്തിട്ടുണ്ട്? 7 അമ്പലത്തിൽ പോയിട്ടുണ്ട്. ഇതാണ് മെയിൻ ആള് അല്ലേ, ടീമിന്റെ ലീഡർ? എന്താണ് പേര്? സരികയാണ് ഈ ടീം ഉണ്ടാക്കിയെടുത്ത്. എല്ലാരും കൂടെ തന്നെ. ഇതിന്റെ ഡാൻസ് പാറ്റേണും അതായത് സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്ന ആരാണ്? ഞാൻ തന്നെ, സ്വന്തമായിട്ട് തന്നെ. പിന്നെ ഹസ്ബൻഡും ഉണ്ട്. പുള്ളി ഡാൻസ് ആണോ? എന്താണ് ഹസ്ബൻഡിന്റെ പേര്? ബിജിൻ എന്നാണ്. ഇപ്പൊ എന്ത് ചെയ്യുന്ന ജോലി? എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ജോലി ചെയ്യുമായിരുന്നു, ലാബ് ടെക്നീഷ്യൻ ആയിട്ട്. അപ്പൊ ഈ ഫ്രീ ടൈം കിട്ടുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇവന്റുകൾ അറ്റൻഡ് ചെയ്യാൻ പോണില്ല. ഇപ്പൊ കുഞ്ഞായോണ്ട് ഇപ്പൊ പോണില്ല. കുറച്ച് സ്ഥലത്തേക്ക് ബ്രേക്ക് എടുത്ത്. തന്റെ പേരെന്താ? ആദിത്യ. എത്ര നാളായി ഇവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്? ഇവിടെ ആദ്യം തൊട്ടേയുള്ള എല്ലാ ഡാൻസ് പ്രോഗ്രാമിലും ഉണ്ടായിട്ടുണ്ട്. എത്ര പഠിക്കുന്നു? എത്ര ക്ലാസ്സില്? 8ല്. തന്റെ പേരെന്താ? ആദിത്യ. എത്ര ക്ലാസ് പഠിക്കുന്നു? ഇനി 9ല്. ഇവിടെ എത്ര നാളായിട്ടുണ്ട് ഈ ഒരു ടീമില്? 6 മാസമായിട്ട് ടീമിൽ കളിക്കുന്നുണ്ട്. ഇപ്പോഴാണ് ടീമായിട്ട് തുടങ്ങിയത്. അല്ലാതെ വേറെ ടീമിലൊക്കെ പോയി കളിച്ചിട്ടേ ഉള്ളൂ. സ്വന്തമായിട്ട് ടീം എടുത്തത് ഇപ്പോഴാണ്. വേറെ ടീമില് ഒപ്പം കളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ സ്വന്തമായിട്ട് ഒരു ടീം തയ്യാറാക്കിയിട്ട് ഉത്സവങ്ങൾക്കൊക്കെ കൈകൊട്ടിക്കളിയായിട്ട് അങ്ങനെ. ആളെ ചോദിച്ചില്ലല്ലോ. ആളുടെ പേരെന്താ? മാനസ. എത്ര ക്ലാസ് പഠിക്കുന്നു? ഇനി 9ആവാൻ പോകുന്നു. മാനസ എത്ര നാളായിട്ട് ഈ ഒരു ടീമിലൊപ്പം ഉണ്ട്? കുറച്ച് നാളായിട്ടുണ്ട്. എല്ലാ ഇവന്റിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? എല്ലാ സ്ഥലത്തും കളിക്കാൻ? ഒരു സ്ഥലത്ത് മാത്രം കളിക്കാൻ പറ്റിയില്ല, ബാക്കി എല്ലായിടത്തും പോയിട്ടുണ്ട്. നിങ്ങൾ ഈ ഇവന്റ് അറ്റൻഡ് ചെയ്യാം, ഇപ്പൊ ഏതെങ്കിലും ക്ഷേത്രത്തിൽ നിങ്ങളുടെ കൈകൊട്ടിക്കളി അവർക്ക് ഉൾപ്പെടുത്തണമെങ്കിൽ, ഇപ്പൊ നിലവിൽ ഇപ്പൊ നമ്മളൊരു തെക്കൻ കേരളം എന്ന് പറയാം, കേരളത്തിന്റെ തിരുവനന്തപുരം, കൊല്ലമൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു ഭാഗത്താണ് നിങ്ങൾ ഈ ഇവന്റ് ചെയ്യാറ്. മൊത്തത്തിൽ ഈ 17 പാട്ട് കളിക്കുന്ന മൊത്തത്തിൽ ഒരു സമയം എത്ര ഉണ്ടാവും ടോട്ടലായി? 1 മണിക്കൂറാണ് നിങ്ങളുടെ പ്രോഗ്രാം. നിങ്ങളുടെ ടീമിന്റെ പേര് ഓംകാര എന്നല്ലേ? അപ്പം ആർക്കെങ്കിലും ഏതെങ്കിലും ക്ഷേത്രത്തിൽ നിങ്ങളുടെ ഡാൻസ് ഉൾപ്പെടുത്തണമെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ ഉൾപ്പെടുത്തട്ടെ? അപ്പൊ കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ സൗകര്യം പോലെ ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കാമല്ലോ. മുരുകന്റെ ഡാൻസ് എത്ര ഉണ്ടാവും? 3 ഉണ്ട്. അത് മുരുകനെ മെയിൻ ആയിട്ട്? അല്ല, മുരുകൻ നടുക്കുന്ന കളിക്കുകയാണ് നമ്മുടെ ഒപ്പം. അത് മുരുക ഭക്തിഗാനം ഒഴിക്കുമോ? ഭക്തിഗാനം തന്നെയാണ്. വേറെ ഈ സിനിമ പാട്ടൊക്കെ ഏതൊക്കെ ഉൾക്കൊള്ളിച്ചേക്കുന്നത്? സിനിമ പാട്ട് ഒരു സിനിമ പാട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വേറെ ഭക്തിഗാനം ഏതാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള? ബാക്കി ട്രെൻഡിങ് ആയിട്ടുള്ള ഭക്തിഗാനങ്ങളാണ് കൂടുതലായിട്ട് നിങ്ങൾ കളിക്കാറ്. താൻ ഡിഗ്രി എന്താ പഠിക്കുന്നത്? BA ഹിസ്റ്ററി. ഏത് ഇയർ ആണ്? 3rd ഇയർ. ഇപ്പൊ കഴിഞ്ഞു, ഇനി എക്സാം ഉണ്ട്. കണ്ടാ പറയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഞെട്ടിപ്പോയി. ഈ ഒരു കുഞ്ഞു പറയോ ഡിഗ്രി 2nd ഇയർ? 3rd ഇയർ അല്ലേ? 3rd ഇയർ. ഇനി എക്സാം ഉണ്ട്. ഇവര് 2 പേര് ഈ ടീമിലുള്ളതാണ്. ഇവര് ഇത്തിരി ലേറ്റ് ആയിട്ടാണ് എത്തിയത്. തന്റെ പേരെന്താണ്? ദിന. എത്ര നാളായി ഒരു ടീമിലുണ്ട്? ഇപ്പൊ കേറിയതേ ഉള്ളൂ പുതിയതായിട്ട്. മുന്നേ ഡാൻസ് എന്തെങ്കിലും കളിക്കാനായിട്ട് അങ്ങനെ കളിച്ചിട്ടുണ്ട്. ഉത്സവത്തിനൊക്കെ സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ ചെയ്തിട്ടുണ്ട്. വേറെ ഏതെങ്കിലും ടീമിൽ ഡാൻസ് കളിച്ചിട്ടുണ്ടോ കൈകൊട്ടി കളിയായിട്ട്? ആദ്യമായിട്ടാണ് കൈകൊട്ടിക്കളി ടീമില്. പിന്നെ നന്ദിയോടെ ഒരു ടീമിലൂടെ കളിച്ചിട്ടുണ്ടായിരുന്നു. പഠിക്കുവാണോ? പഠിക്കുന്നു. എത്രാം ക്ലാസ്സില്? ITI 2nd ഇയർ. ITI 2nd ഇയർ. ഏതാ ബാച്ച്? ഫിറ്റർ. തന്റെ പേര്?
ജിഷ എന്ത് ചെയ്യുന്നു ഇപ്പോൾ? ഞാൻ പഠിക്കുന്നു, കോളേജിൽ പോകും. കോളേജില് നഴ്സിംഗ് ആയിട്ട്. ജനറൽ നഴ്സിംഗ് ആണോ, BSc ആണോ? ജനറലാണ്. ഈ ഒരു ടീമിൽ 5ാം ക്ലാസ്സിൽ എക്സാം എഴുതിയിട്ട് നിൽക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയുണ്ട്. എന്നാൽ ഡിഗ്രി 3rd ഇയർ എക്സാം അറ്റൻഡ് ചെയ്തിരിക്കുന്ന വലിയ ആൾക്കാരുണ്ട്. എന്നാൽ കണ്ടാൽ പറയത്തില്ല, നമ്മൾ കാണുമ്പോഴത്തേക്ക് കുഞ്ഞു കുട്ടികളായിട്ട് തോന്നും, പക്ഷേ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ഒക്കെ ആയിട്ടുള്ള കുട്ടികളുടെ ഒരു ടീമാണ്. ഇന്നത്തെ പ്രോഗ്രാം എവിടെയാണ്? കല്ലിടുക്ക് ശിവക്ഷേത്രത്തിലാണ് ഇന്നത്തെ പ്രോഗ്രാം. എത്ര മണിക്ക് ഞങ്ങളുടെ പ്രോഗ്രാം തുടങ്ങി? 7 മണിക്കാണ്. ഒരു 1 hour അല്ലേ ടൈം പീരീഡ്? അപ്പോൾ 8 മണി വരെ ഉണ്ടാവും അല്ലേ? 8 മണി വരെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു.